വേൾഡ് വാർ സെഗ്മെന്റിലെ രണ്ടാമത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു മൂവിയാണ് ദ ഡിഗ്. 2021 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ള സിനിമ ആ ഒരു വർഷത്തെ ബ്രിട്ടീഷ് ഫിലിം അക്കാദമി അവാർഡ്സിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ബ്രിട്ടീഷ് മൂവിയൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതൊരു വേൾഡ് വാർ ടുവിന്റെ ഒരു ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്ന ഒരു മൂവിയാണ്. ആൻഡ് ഈവൻ ഇഫ് യു ആർ എൻ ആർക്കിയോളജിക്കൽ ആ ഒരു ടൈപ്പ് മൂവി ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു സിനിമയാണ്. നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കരുതും ഇതൊരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു ത്രില്ലർ ടൈപ്പ് ആയിട്ടുള്ള ഒരു പടമാണോ. ഈവൻ വേൾഡ് വാർ ടുവിന്റെ ആ ഒരു ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്ന ഒരു കഥ ആയതുകൊണ്ട് ഈവൻ അത് അങ്ങനത്തെ ഒരു സിനിമയാണെന്ന് തോന്നും. ബട്ട് സിനിമ ഒരുപാട് തരത്തില് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഈവൻ 1938 ആൻഡ് 1939 ഈ ഒരു കാലഘട്ടത്തില് ബ്രിട്ടനിൽ നടന്നിട്ടുള്ള ആ ഒരു വേൾഡ് വാർ ടുവിന്റെ കുറെ ഇഷ്യൂസ്, ഈവൻ വാർ പ്ലെയിൻസിന്റെ ആ ഒരു മൂവ്മെന്റും ആൻഡ് ആ ഒരു മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കൊണ്ടുവരുന്നതിൽ ഈ ഒരു സിനിമയുടെ മൊത്തം ക്രൂവിന് നല്ല കിടിലനായിട്ട് സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈവൻ ആ ഒരു കാലഘട്ടമായാലും എൻ്റെ ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഇമോഷണൽ സൈഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാൻസ് പോലും മിസ് ചെയ്യാതെ അവർ ശ്രമിച്ചു എന്നുള്ളത് വേണം പറയാൻ. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ ആ ഒരു എക്സ്കവേഷൻ സീൻ ആയാൽ പോലും അതിലൊരു പെർട്ടിക്കുലർ സീൻ, ഈവൻ ഒരു 40th മിനിറ്റിൽ നടന്നിട്ടുള്ള ഒരു സീൻ ശരിക്കും ഒരു കിളി പോകുന്ന ഒരു സാധനം തന്നെയായിരുന്നു. ആ ഒരു സീനിലൊക്കെ നമ്മൾ അകപ്പെട്ടു പോയുള്ള ഒരു അവസ്ഥ അത്രയും ഒരു ഡെപ്ത് ആയിട്ട് കാണിക്കാനായിട്ട് ആ സിനിമയുടെ ആ ഒരു മൊത്തം ടെക്നിക്കൽ സൈഡ് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഓരോ ക്യാരക്ടേഴ്സിനും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരുടെയും ഇമോഷണൽ സൈഡ് അത്രയും കിടിലനായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതിലും അത്രയും വിജയിച്ചു എന്ന് പറയാം. ഈ പടം അവസാനിക്കുന്ന ആ ഒരു മൊമെന്റ് എത്തുമ്പോൾ പോലും ഇതിന്റെ കുറെ ഹിസ്റ്ററിക്കൽ ആയിട്ട് നടന്ന കാര്യങ്ങളുടെ ഒരു മെൻഷനിങ് നമ്മൾ ഇങ്ങനത്തെ സിനിമകളിൽ കാണും. അതിങ്ങനെ എഴുതി കാണിക്കുമ്പോൾ പോലും പല ക്യാരക്ടേഴ്സ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തട്ടി ശരിക്കും പോയി എന്ന് തന്നെ പറയാം. പിന്നെ പറയേണ്ടത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരിക്കൽ പൊളിറ്റിക്കൽ ആൻഡ് മൊത്തത്തിലുണ്ടായിരുന്ന ആ ഒരു സീരിയസ്നെസ് സിനിമയുടെ ഓരോ സീനിലും നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഒരു റേഡിയോയിലൂടെ അന്നത്തെ ആ ഒരു നടന്നിട്ടുള്ള സംഭവങ്ങളുടെ ഒരു ന്യൂസുകൾ ഇങ്ങനെ വായിക്കുന്നതും ഇപ്പോ ഒരു പ്ലെയിൻ വന്നിങ്ങനെ ഇടിച്ചിറങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള സീനുകളൊക്കെ അത്രയും നമുക്ക് കാണുന്ന ആൾക്ക് ആ ഒരു കാലഘട്ടത്തിൽ പല സൈഡിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുവരുന്നതിൽ ഒരു ശ്രമിച്ചു എന്നുള്ളത് ശരിക്കും ഒരു കിടിലൻ സംഭവം തന്നെയാണ്. നമ്മളെല്ലാവരും പലപ്പോഴും പറയും എന്തിനാണ് ഇങ്ങനെ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള മ്യൂസിയംസിൽ ഇങ്ങനെയുള്ളതൊക്കെ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് ആർക്കെന്തോ ഉപകാരം എന്നുള്ളൊരു കാര്യം. ബട്ട് ഇതിൽ അതിന്റെ ഒരു ലീഡിങ് ആ ഒരു ക്യാരക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ജീവിച്ചു അല്ലെങ്കിൽ ഒരുപാട് റിമൈനിങ്സ് നമ്മളിങ്ങനെ ഇട്ടിട്ടാവും പോവുക. ഈവൻ ഒരു മനുഷ്യന്റെ ഒരു അസ്ഥിക്കൂടായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് തിങ്സ് ഈ റിമൈനിങ്സ് നമ്മൾ ഇട്ടിട്ടാവും പോവുക. നമ്മളൊരു ഗുഹയിൽ ഒരു കൈപ്പത്തിയുടെ ചിഹ്നം പതിഞ്ഞത് തൊട്ടാണ് നമ്മുടെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അടയാളാണ് അത്. ആൻഡ് അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു 1000 വർഷം കഴിഞ്ഞ് എന്താവും ഉണ്ടാവുക, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഈവൻ എൻ്റെ ഈ ഒരു കണ്ണടയായാലും അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. എൻ്റെ ആ ഡയലോഗ്സ് എല്ലാം വളരെ വൃത്തിയായിട്ടുള്ള ഡയലോഗാണ്. ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതാണ്. നിങ്ങളൊരു ആർക്കിയോളജിക്കൽ മൂവി ലവർ അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള സിനിമകൾ തപ്പിപ്പിടിച്ച് കാണുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതിനുള്ളത് ആ ഒരു സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ സിനിമാറ്റോഗ്രാഫി ആൻഡ് ആ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിന് എല്ലാവർക്കും ഓരോരോ പർപ്പസ് ഈ സിനിമയിലുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. സൈമൺ സ്റ്റോൺ ആണ് സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ്, ഒരു ഡയറക്ഷൻ. ആൻഡ് 2007 ഇതേ പേരിൽ പുറത്തിറങ്ങിയിട്ടുള്ള ജോൺ പ്രിസ്റ്റന്റെ നോവലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണത്. 2006 തൊട്ട് ഈ സിനിമ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നിരുന്നു. ആൻഡ് 2021 സിനിമയുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ആളുകളിലേക്ക് എത്തുന്നത്. ആൻഡ് ഒരിക്കലും മിസ്സാകാതെ കാണാൻ നെറ്റ്ഫ്ലിക്സിൽ പടം അവൈലബിൾ ആണ്. ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ആൻഡ് ഈവൻ എന്താണ് മനുഷ്യനും അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ്സ് അല്ലെങ്കിൽ നമുക്ക് പണ്ട് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ഈവൻ കിങ്സ് ആൻഡ് ഒരുപാട് സിവിലൈസേഷൻ ഒക്കെ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് എക്സ്കവേറ്റ് ചെയ്തെടുത്തു. ആൻഡ് എന്താണ് അങ്ങനെ എക്സ്കവേറ്റ് ചെയ്ത് നമ്മൾ പ്രിസർവ് ചെയ്യുന്നതിനുള്ള പ്രോപ്പർ റീസൺ എന്നുള്ളത് ഈ ഒരു സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കും. തീർച്ചയായിട്ടും കാണാം. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. അൺടിൽ ദെൻ ബൈ.